അയോധ്യയിൽ നടക്കുന്ന കൊള്ളകളെ പറ്റി മോദിജിക്ക് ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. അറിഞ്ഞിരുന്നെങ്കിൽ കാണിച്ചു കൊടുത്തേ. ഇതാണ് ഇപ്പോഴത്തെ പുതിയ ക്യാപ്സ്യൂൾ. ഒരാൾ 2 കോടി രൂപയ്ക്ക് വാങ്ങിയ സ്ഥലം മിനിറ്റുകൾക്കകം 18 കോടി രൂപയ്ക്ക് അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റിന് വിൽക്കുകയാണ് കേട്ടോ. ഇത് 2021 വന്ന വാർത്തയാണ്. ഒട്ടുമിക്ക പത്രങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്നത് വിവാദമായതാണ്, എല്ലാവരും അറിഞ്ഞതാണ്. പക്ഷെ മോദി മാത്രം ഇതറിഞ്ഞില്ല. അതിനുശേഷം സർക്കാർ ഭൂമി, ഞാൻ ആവർത്തിക്കുന്നു, സർക്കാർ ഭൂമി കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ച് ഡിസ്ട്രിക്ട് കളക്ടർ സർക്കാരിന്റെ പൂർണ്ണ അധീനതയിൽ കൊണ്ടുവന്ന സർക്കാർ ഭൂമി, അതേ കയ്യേറ്റക്കാരന്റെ കയ്യിൽ നിന്ന് അയോധ്യ ക്ഷേത്ര ട്രസ്റ്റ് 3 കോടി രൂപ മാത്രം വില വരുന്ന ഈ ഭൂമി 24 കോടി രൂപയ്ക്ക് വാങ്ങുന്നു. മോഡി ഇതും അറിയുന്നില്ല. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് അറിയാമോ? കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ച അതേ കളക്ടർ കൂടെ മെമ്പറായിട്ടുള്ള ട്രസ്റ്റാണ് അയോധ്യ ക്ഷേത്ര ട്രസ്റ്റ്. 14 കോടി രൂപയുടെ സ്ഥലം 95 കോടി രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിയത്. അയോധ്യയിലെ BJP മേയറുടെ അനന്തരവൻ 20 ലക്ഷം രൂപയ്ക്ക് വീട് വാങ്ങി. എന്നിട്ട് ആ സ്ഥലം 2.5 കോടി രൂപയ്ക്ക് അയോധ്യ ക്ഷേത്ര ട്രസ്റ്റിന് കൊടുക്കുകയാണ്. ഇതുപോലെ എത്ര ഡീലുകൾ ഈ കള്ളന്മാർ നടത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞതെല്ലാം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റുന്ന രേഖകളുള്ള കൊള്ളകളാണ്. അതുകൊണ്ട് ഇതെല്ലാം പുറത്തു വരാത്ത എത്രയോ അധികം കൊള്ളകൾ ഇപ്പോൾ കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ടാകും. ക്ഷേത്രം നിർമ്മിക്കുന്ന സമയത്ത് പോലും 40% വെച്ച് ഓരോ പ്രവൃത്തിയിലും കമ്മീഷൻ വാങ്ങുന്നുണ്ടായിരുന്നു എന്ന് മുതിർന്ന എഞ്ചിനീയർമാർ വരെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നും എന്നാൽ മോദി മാത്രം അറിയുന്നില്ല. ഭക്തർ ഭഗവാന് നൽകിയ 40 കിലോഗ്രാം വരുന്ന വെള്ളിക്കട്ടകൾ, രത്നം പതിപ്പിച്ച മാലകൾ, പാതുകങ്ങൾ, സ്വർണത്തിൽ ചെയ്ത രാമചരിതമാനസ്, ഇങ്ങനെ 100 കണക്കിന് കോടികളുടെ സ്വത്ത് അപഹരിക്കപ്പെട്ടു. അപ്പോഴൊന്നും മോദി ഇതൊന്നും അറിയാതെ ഒരു നിഷ്കളങ്കനായി ഏതോ ഒരു മൂലയിൽ ഇരിപ്പുണ്ട്. 40 ദിവസത്തിനുള്ളിൽ 70 തവണ CCTVയിൽ മോഷണം റെക്കോർഡ് ചെയ്യപ്പെട്ടു. അതും മോദി അറിഞ്ഞില്ല. 8 മാസത്തെ CCTV റെക്കോർഡിങ്ങുകൾ കാണാതായി. അതും മോദി അറിഞ്ഞില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ, അതായത് മോദിയുടെ തന്നെ പ്രതിനിധി പ്രസാദ് ലോഖണ്ഡെ ആ ട്രസ്റ്റിലുണ്ട്. അയാളും മോദിയോടൊന്നും പറഞ്ഞില്ല കേട്ടോ. നമ്മൾ ഇതൊക്കെ വിശ്വസിക്കണം. അയാളെ കൂടാതെ പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അയോധ്യയിലെ കൺസ്ട്രക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഉപേന്ദ്ര മിശ്ര. അയാളും ഇതൊന്നും പറഞ്ഞിട്ടില്ല. അയോധ്യ ട്രസ്റ്റിൽ യോഗി ആദിത്യനാഥിന്റെ പ്രതിനിധിയും ഉണ്ട് കേട്ടോ, സഞ്ജയ് പ്രസാദ്. ഇയാളും ഒന്നും ആരോടും അറിഞ്ഞില്ല. അതുകൊണ്ട് യോഗിയും ഒന്നും പറഞ്ഞില്ല. ഇതെല്ലാം നമ്മൾ വിശ്വസിക്കണം കേട്ടോ. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊന്നുകിൽ എല്ലാരും ചേർന്ന് നടത്തിയ കൊള്ളയാണ്, അല്ലെങ്കിൽ ഇതെല്ലാരും അറിഞ്ഞുകൊണ്ട് നടക്കുന്ന കൊള്ളയാണ്. അവർ അറിയാതെ അതിനകത്ത് ഒന്നും നടക്കില്ല. കാരണം അതിനുള്ളിൽ എല്ലാം അവരുടെ ആൾക്കാർ മാത്രമാണ്. ഇനിയും ഇവർ ഹിന്ദു സംരക്ഷകർ ആണെന്ന് വിശ്വസിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്നവർക്ക് ജീവിക്കാൻ വേണം. എന്നാൽ ഒരു ദിവസം നിങ്ങളുടെ കണ്ണുകൾ യാഥാർത്ഥ്യത്തിലേക്ക് തുറക്കുമ്പോൾ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കും. ഒരുപാട് വൈകിപ്പോയി എന്ന സത്യം. തൽക്കാലം നിർത്തുന്നു. ബൈ.